ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ പിഞ്ച് ഓഫ് ലവ് ബൈ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഒരു ഹെയർ ഓയിൽ പ്രിപ്പറേഷൻ ആട്ടോ. അപ്പോൾ ചാനൽ തുടങ്ങിയ സമയം മുതൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണ്, അതിൻ്റെ പ്രിപ്പറേഷൻസ് കാണിക്കാമോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്തത് 2 തരം എണ്ണകളാണ്. പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് എന്തുകൊണ്ടാണ് ഇതുവരെ കാണിക്കാഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അറിയാൻ പറ്റും, ഞാൻ ഇത്രയും നാളും ഷാർജയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധാരണ കാച്ചിയ എണ്ണ ഉപയോഗിക്കും. തയ്യാറാക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നമ്മളെ പറമ്പിലുള്ള സസ്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ കാച്ചിയ എണ്ണ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം എന്ന് ഞാൻ കരുതിയിട്ടാണ് ഇത്രയും നാളും ഇതിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ യൂസ് ചെയ്യുന്ന 2 എണ്ണകളിൽ ഒരു എണ്ണയായ കരിഞ്ജീരകം എണ്ണയാണ്. ഇത് നമുക്ക് തലമുടിയിലും അതുപോലെ തന്നെ ശരീരത്തിലും ഒരുപോലെ തേക്കാൻ പറ്റുന്ന എണ്ണയാണ്. അതും കുട്ടികൾ എന്ന് പറയുമ്പോൾ 1 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ചെയ്യാട്ടോ. ഞാൻ എൻ്റെ മോൾക്ക് ഒരു 9 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കെന്ന് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികളെ തൊട്ട് എത്ര വയസ്സുള്ള ആൾക്കാർക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണയാട്ടോ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ എന്നുള്ളത്. ഇത് മുടിയിലെ എല്ലാ പ്രോബ്ലംസും മാറ്റാൻ വളരെയധികം സഹായിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു ഹെയർ പാക്കോ ഹെയർ മാസ്കോ ഒന്നും ഇടാൻ സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ എണ്ണ തേച്ച് കുളിച്ചാൽ മാത്രം മതി, നിങ്ങളുടെ മുടിയിലെ പ്രശ്നങ്ങൾ എല്ലാം മാറും. അതെന്ത് പ്രശ്നമായിക്കോട്ടെ, താരനായിക്കോട്ടെ, മുടി കൊഴിച്ചിലാകട്ടെ, മുടി പൊട്ടിപ്പോകലാകട്ടെ, എന്ത് പ്രശ്നമായാലും അത് മാറാൻ ഈ ഒരു എണ്ണ മാത്രം മതി. അപ്പോൾ ഈ എണ്ണ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കാണിച്ചു തരാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വരുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്താൽ ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ പ്രിപ്പറേഷനിലോട്ട് പോവാം. ഈ എണ്ണ പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് കാണിച്ചു തരാം. ഇത് കരിഞ്ജീരകമാണ്. 6 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിൽ കുതിർത്തി എടുത്ത് മാറ്റി വച്ചിരിക്കുന്ന കരിഞ്ജീരകമാണ്. കൂടാതെ 1 കൈപ്പിടിയോളം നമ്മൾ തുളസിയില എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കറ്റാർവാഴ, അലോവേര എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലെ മുള്ളുകൾ കളഞ്ഞുള്ള കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ കറ്റാർവാഴ എടുക്കുമ്പോൾ അതിലൊരു മഞ്ഞക്കറയുണ്ട്, അത് നമ്മൾ കഴുകി കളഞ്ഞിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ അത് ചെറിയൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും. ഇനി നമ്മൾ ഈ എല്ലാ മിക്സുകളും കൂടി കൂട്ടി മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ്. ഈ അരപ്പ് അരയ്ക്കുമ്പോൾ നമ്മൾ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. കൂടാതെ അലോവേര ഉള്ളത് കൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യവും നമുക്ക് വരുന്നില്ല കേട്ടോ. ഈ കരിഞ്ജീരകം എണ്ണ എല്ലാവർക്കും എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണയാട്ടോ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൽ ഇൻഗ്രീഡിയൻസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ചിലവർ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. നമുക്ക് വേണമെങ്കിൽ വേറെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും. ഇപ്പോൾ പച്ചനെല്ലിക്ക കയ്യിലുണ്ടെങ്കിൽ അത് ചതച്ച് ഇതിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കറിവേപ്പില മൈലാഞ്ചിയിലൊക്കെ അരച്ച് നമുക്കിതിൽ ചേർക്കാം കേട്ടോ. പക്ഷേ ഞങ്ങൾ എണ്ണ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ കരിഞ്ജീരകം എണ്ണ നമ്മൾ തലയിലും അതുപോലെ തന്നെ നമുക്ക് മേത്തും ദേഹത്തും തേച്ച് കുളിക്കാൻ പറ്റുന്നൊരു എണ്ണയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കറിവേപ്പിലയും മൈലാഞ്ചിയിലയും ഒന്നും ചേർക്കുന്നില്ല എന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ തലയിൽ മാത്രം തേക്കാനൊരു എണ്ണ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇതിൽ കറിവേപ്പിലയും മൈലാഞ്ചിയിലയും അതുപോലെ തന്നെ കീഴാർനെല്ലിയുടെ ഇലയും മറ്റ് മുടിക്ക് നല്ലതായ എല്ലാം നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയിൽ ഇത് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം. ഇനി നമ്മൾ എണ്ണ കാച്ചാനായിട്ട് ഒരു ചട്ടി എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഏറ്റവും നല്ലത് ഇരുമ്പിൻ്റെ ചട്ടിയാണ്. ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ചട്ടി മതി കേട്ടോ. ഈ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 600 ml ശുദ്ധമായ വെളിച്ചെണ്ണ കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന മിക്സ് ചേർക്കാൻ പോവാട്ടോ. അരപ്പെല്ലാം വെളിച്ചെണ്ണയിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ അരപ്പ് അരമണിക്കൂർ വെളിച്ചെണ്ണയിൽ കിടക്കട്ടെ. അതിനുശേഷം മാത്രം നമ്മൾ സ്റ്റവ് ഓണാക്കിയാൽ മതി. അരമണിക്കൂറിന് ശേഷം നമ്മൾ സ്റ്റവ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. സ്റ്റവ് ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ കൈ എടുക്കാതെ വേണം നമ്മൾ ഈ ഒരു കൂട്ട് ഇളക്കി കൊടുക്കാനായിട്ട്. ശരിക്കും ഒരു 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ ശരിക്കും ഈ ഒരു എല്ലാം ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണങ്ങൾ ആ ഒരു വെളിച്ചെണ്ണയിൽ അലിഞ്ഞു ചേരുള്ളൂ. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എണ്ണ തിളയ്ക്കുമ്പോഴും നമ്മളിത് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം.
ഏതൊരു തരം എണ്ണ കാച്ചുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ പഴയ ആൾക്കാരും മുത്തശ്ശിയൊക്കെ പറഞ്ഞു തന്നൊരു ടിപ്പാട്ടോ. അതായത് നമ്മൾ എപ്പോഴും രാത്രി കാലങ്ങളിൽ എണ്ണ കാച്ചാൻ പാടുള്ളൂ. കൂടാതെ കാച്ചുന്ന സമയത്ത് ആരും അങ്ങനെ ഒരുപാട് പേരൊന്നും ചുറ്റിന് പാടില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ എപ്പോഴും എൻ്റെ അമ്മ എണ്ണ കാച്ചുന്നത് ഒരു രാത്രി ഡിന്നറെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഉറക്കായ ശേഷമാണ് എൻ്റെ അമ്മ എണ്ണ കാച്ചുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ എണ്ണയൊക്കെ നന്നായിട്ട് കാച്ചി വരുന്ന സമയത്ത് നല്ല വാസനയായിരിക്കും വീട്ടിൽ മുഴുവനും. ആ ഒരു വെളിച്ചെണ്ണയുടെയും അതിൽ ചേർക്കുന്ന കൂട്ടിൻ്റെയൊക്കെ നല്ല മണമായിരിക്കും. അപ്പോൾ ആ മണം വരുമ്പോൾ ഇങ്ങനെ ആരും കമൻറ്റ് പറയാൻ പാടില്ല. അതായത് നല്ല മണമാണല്ലോ അല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊന്നും കമൻറ്റ് പറയാൻ പാടില്ല. അത്രേ കമൻറ്റ് പറഞ്ഞാൽ അതിന് ഗുണം പോകും എന്നാണ് പറയണത്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ആ കാച്ചുന്ന ആളുടെ കൈപ്പുണ്യം എന്ന് പറയുന്നത്. കാച്ചുന്ന ആളുടെ നല്ല കൈപ്പുണ്യം ഉണ്ടെങ്കിൽ ആ എണ്ണയ്ക്ക് ഗുണം കൂടുതലായിട്ടാണ് പറയണത്. അപ്പോൾ എൻ്റെ എണ്ണ എപ്പോഴും ഇത്രയും നാൾ വരെ എൻ്റെ അമ്മയാണ് കാച്ചിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മുടി ഒട്ടും നോക്കാത്ത സമയത്തും ഞാൻ ഈ ഒരു എണ്ണ മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ മുടിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ എൻ്റെ അമ്മയോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ മുടി ഇങ്ങനെ വളരുന്നതിന് കാരണം എൻ്റെ അമ്മയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എണ്ണ തിളപ്പിച്ച് ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എണ്ണ നമ്മൾ ഇളക്കി നമ്മൾ നോക്കുമ്പോൾ ഒരു മണൽ പരുവം എന്ന് പറയും. അതായത് ഇങ്ങനെ തരി പോലെ നമ്മുടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മുടെ ആ കൂട്ട് ഒരു തരി പോലെ ആയിട്ടുണ്ട്. അതാണ് ശരിക്കും അതിൻ്റെ പാകം എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമ്മൾ മണലിൽ തൊടുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും. തരി പോലെ നമ്മുടെ കൂട്ടായിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറല്ല 1 മണിക്കൂറിനോട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകം വരുമ്പോൾ നമുക്ക് നമ്മളെ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് പാകം. ഇതാണ് ഞാൻ പറഞ്ഞ ആ മണൽത്തരിയുടെ പരുവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് കഴിയുമ്പോൾ ഒരു തരിതരിപ്പ് പോലെ തോന്നും. ഇതാണ് നമ്മൾ ഏതൊരു എണ്ണ കാച്ചുമ്പോഴും അതിൻ്റെ കറക്റ്റ് പാകം പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എണ്ണ കാച്ചിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാച്ചിയ എണ്ണ. ഇത് ഇനി രാത്രി മുഴുവൻ ഈ ഒരു ചട്ടിയിൽ തന്നെ ഇരിക്കാം. എന്നിട്ട് നമുക്ക് രാവിലെ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലോട്ടോ കുപ്പിയിലോട്ടോ ഒക്കെ നമുക്ക് മാറ്റാവുന്നതാട്ടോ. ഇthen നമ്മളിപ്പോൾ രാവിലെ നമ്മുടെ തലേന്ന് കാച്ചി എണ്ണ നമ്മളൊരു കുപ്പിയിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ കുപ്പിയിലോട്ട് മാറ്റുമ്പോൾ ആ കുപ്പി എന്ത് കുപ്പി ആയാലും പ്ലാസ്റ്റിക് കുപ്പി ആയാലും ചില്ലിൻ്റെ കുപ്പി ആയാലും പ്രശ്നമൊന്നുമില്ല. കുപ്പി നന്നായിട്ട് കഴുകി ഉണക്കിയ ശേഷം മാത്രമാണ് നമ്മൾ ആ എണ്ണ ആ കുപ്പിയിലോട്ട് മാറ്റാൻ പാടുള്ളൂ. ഈ എണ്ണ നമ്മൾ കുപ്പിയിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ ഇന്നലത്തെ തുളസിയുടെയും അലോവേരയുടെയും പിന്നെ നമ്മുടെ കരിഞ്ജീരകത്തിൻ്റെ ഒക്കെ ഈ തരി കിട്ടും. അതിന് നമ്മളിവിടെ പറയുന്നത് പിശറ് എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ആ പിശറൊക്കെ നന്നായിട്ട് ഞെക്കി നമ്മൾ അതിനുള്ളിൽ നിന്ന് എണ്ണയൊക്കെ എടുക്കണം. അതുപോലെ തന്നെ ഈ പിശറ് നമ്മൾ കുട്ടികളിലും മുതിർന്ന ആൾക്കാരൊക്കെ മേത്ത് തേച്ച് കുളിക്കൂട്ടെ. കാരണം നമ്മൾ എത്ര ഇങ്ങനെ ഞെക്കി അതിൽ എണ്ണ എടുത്താലും അതിൽ കുറച്ച് എണ്ണയുടെ അംശം ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്കും നമ്മളായാലും ഈ പിശറ് നമ്മൾ മേത്ത് തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ എണ്ണ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും ഭേദം നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ ഈ ഒരു എണ്ണ ഉപയോഗിക്കാം. അതൊരു പ്രശ്നമേ അല്ല. കൂടാതെ നമ്മുടെ മുടിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാൻ ഈ ഒരൊറ്റ എണ്ണ മാത്രം മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.